ആരാണിവിടെ ചോദിക്കാൻ? ആരാണിവിടെ ചോദിക്കാൻ? What the crap is this? എനിക്ക് രാത്രി ഓർക്കാൻ ശരിയല്ലെങ്കിൽ ഞാൻ അങ്ങനെ പലതും ചെയ്യും. I'm a pregnant woman. I'm not pregnant, but still. Don't you dare touch it. What are you doing? എന്റെ ഗിറ്റാർ എടുത്ത് കളിച്ചാണ്ടല്ലോ എന്നോടാ കളി. Oh God. എന്റെ നെയിൽ പോളിഷും കൊണ്ടുവന്നു. Useless. തോന്നിയാസം തിരിയണ രാവെല്ലാം നുര പതയണ ആരാണ് ഇവിടെ ചോദിക്കാൻ? ഭൂഗോളം കറങ്ങണ തോന്നിയാസം തിരിയണ രാവെല്ലാം നുര പതയണ ആരാണ് ഇവിടെ ചോദിക്കാൻ? On the roads. തുള്ളാതെ നിലം തുടക്കാൻ പറ്റാണ്ടായോ നിങ്ങൾക്ക്? അയ്യോ അതല്ല മോളെ, ഇത്രയും നാൾ അമ്മയുടെ ഹിന്ദുസ്ഥാനി കർണാടകയും കേട്ട് ഉറക്കം തൂക്കി പണിയെടുത്ത് മടുത്തിരിക്കി. ഇപ്പോഴാണ് പണിയെടുക്കാൻ പറ്റിയ പാട്ട് കിട്ടിയത്, ഡാൻസിന് പറ്റിയത്. നിനക്ക് എന്താ ചോദിച്ചു? ഒരു ഫാൻ്റെ മ്യൂസിഷ്യന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്ത് മനസ്സിലായോ? നിങ്ങൾ ഡാൻസ് ചെയ്തോ? കഥവ് തുറക്ക്. Open the door. Hey, listen. Open the door, please. നാണമില്ലേ ചെറിയ കുട്ടികളെ പോലെ? തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവളെ കല്യാണം കഴിക്കാൻ? നിനക്കിത്ര പ്രശ്നമാണെങ്കിൽ why did you accept his proposal? നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. Now if you have the courage and decency, stand by it. ഒന്നുമില്ലേലും നിനക്ക് അവനേക്കാളും 3-4 വയസ്സ് കൂടുതലല്ലേ? അതിന്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കണ്ടേ? നീ ചിരിക്കണ്ട. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഐ നോ യു നീഡ് യുവർ ഫ്രീഡം. പക്ഷെ വലിയ റിബലൊക്കെ ആവുന്നതിന് മുൻപേ ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസിഡറേഷനാണ്. അതെ മാം, ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അഡ്വാൻസ്ഡ് ഇയർ പ്ലഗ്സ്. അത് ചെവിയിൽ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ മൂടി വരും. ആ സമയത്ത് നിങ്ങൾ ഇത് ചെവിയിൽ വെച്ചാൽ പിന്നെ നോ ടെൻഷൻ. മതി സസ്പെൻസ്. അല്ലെങ്കിലും തന്റെ ഫ്രണ്ട് കാരണം പ്രാന്തായിരിക്കാണ് ഞാൻ. നാളെ ആതിരയുടെ ആദ്യത്തെ സോണോഗ്രഫി ടെസ്റ്റാ. ടെസ്റ്റ് അവക്കല്ലേ, എനിക്കല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഓരോന്ന് ചെയ്തുകൊണ്ടായി ഇപ്പൊ ഈ ടെസ്റ്റ്. അവളാണോ ഇത് എന്നോട് വന്ന് പറയാൻ പറഞ്ഞേ? അല്ല, ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ നാളെ ബിസിയാ. ഓക്കെ ബൈ, നാളെ കാണാം. അതിന് ഞാൻ നാളെ ഐ എം നോട്ട് കമ്മിങ്. എനിക്കറിയാം നീ നാളെ വരുമെന്ന്. ഗുഡ് ബൈ മാഡം. എന്റെ റൂമാണ് ക്ലീൻ ചെയ്തേ. ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. അറിയില്ലേ, ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ. എന്താ ഇവിടെ താമസിക്കണമെങ്കിലേ മനുഷ്യന്മാരെ പോലെ ജീവിച്ചേ പറ്റൂ. ഇത് എന്റെ റൂമാണ്, ഞാൻ തോന്നിയ പോലെ താമസിക്കും. നിനക്കെന്താ? ക്ലെൻലിനെസ് നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ പോയിക്കോളാം. പോയിക്കോ. ആരാ പറഞ്ഞ പോണ്ടെന്ന്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ സത്യമായിട്ടും പോവും. പോയിക്കോന്നേ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കഥ കടച്ച് കടന്നൂടെ? റിമോട്ട്. ഈ വൃത്തികെട്ട വ്യക്തിപരമായ സാധനങ്ങളൊന്നും ഇങ്ങനെ വലിച്ചു വാരി ഇടരുത്. ഞാനാ അത് മുഴുവൻ പെറുക്കണത്. നാറ്റ സഹിക്കാൻ വയ്യ. എന്താ നടക്കട്ടെ. അതെ, മുടി ഓപ്പൺ ചെയ്തിട്ടാ നല്ലതാ. എന്ത്? മുടി ഓപ്പൺ ആണ് നല്ലത്. ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ പറ്റിക്കാൻ നടക്കാണ്? ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സായിട്ട് കിളവിയായി പോയില്ലേ.
എടി അങ്ങനെയല്ലടി, എന്റെ അറബി ആള് മോശക്കാരനാ. ലീവ് ചോദിച്ചിട്ട് അയാൾ തരണില്ലടി. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് കാട്ടാനാണ്? ഇവിടെ വന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ? എന്താ നിങ്ങൾക്കൊരു ചിന്തയില്ലാത്ത? ഇവിടെ പല പെമ്പിള്ളേര് കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് നടക്കണം. ഓ, കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ? നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുക്കളിയുണ്ട്, അതങ്ങോട്ട് വരാത്ത? എന്താണ്ടി പറയണത്? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്, നടു നിർത്താൻ സമയമില്ല. അതിനിടയ്ക്ക് ഞാൻ എപ്പോ വരാനാണ്? ലീവ് കിട്ടാതെ ഞാൻ എപ്പോ വരാനാണ്? നീ എന്ത് വർത്തനായി പറയണത്? നടു നിർത്തോ എന്ത് കുന്തോ നിർത്തോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഈ പ്രശ്നമല്ലാന്ന്. നിങ്ങൾ വന്നിട്ടില്ല വെച്ചാല് ഞാൻ വേറെ മാർഗം കാണും. നീ എന്ത് മാർഗാണ്ടി? ഹൈ, വല്ലാത്ത മനുഷ്യൻ തന്നെ. ഹൗ, എന്താ ഈ പയറിന് വെന്തൂടെ? ഭർത്താവിനെ കാണണോ? അതിന് മൂപ്പരിക്കട് വരുന്നില്ലാലോ. അതിനല്ലേ സ്കൈപ്പ്. കയ്പോ? എന്താണത്? കയ്പല്ല, ഓ, അതൊരു സൂത്രപ്പണിയാ. നമുക്ക് ചേട്ടായിനെ ഇവിടെ ഇരുന്ന് തന്നെ കാണാം, സംസാരിക്കാം, പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം. അതിനാ കുന്ത്രാണ്ട് എന്റെ കയ്യിലില്ലാലോ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടല്ലോ, ആ നമ്പർ ഇങ്ങതാ, ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കാം. നമ്പർ കൊടുക്കാം, പണിയാവോ അത്? പിന്നെ രാത്രി റെഡിയാക്കിയോ? സുന്ദരി കുട്ടിയായിരിക്കണേ. സുന്ദരി കുട്ടി എന്താ ഈ ചെക്കന്? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. അയ്യോ, ഇതെന്താ ഇത്? കല്യാൺ സിൽക്കിന് പരസ്യോ? എന്നെ കാണാൻ പറ്റുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് ഗ്ലാമർ ആയതാ. അതെ, ഈ പൊട്ടെങ്ങനെയുണ്ട്? ഇതാ ചന്ദനപ്പടിയിലെ ചേച്ചി തോന്നുന്നതാ. ഓ, വളരെ നന്നായിട്ടുണ്ട്. സീരിയലൊക്കെ അഭിനയിക്കാം. ഇത് കണ്ടാ കെട്ടിയോ പേടിച്ചു പോവല്ലോ. എന്റെ രാരിയേട്ടന് എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. രാരിയേട്ടനോ? അല്ല, രാരിച്ചൻ നല്ല പൗരനാണ്. നീ അതും പറയാതെ കാര്യം റെഡിയാക്കാൻ നോക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ ഒന്ന് ശരിയാക്കി. കാണാനുള്ള മോഹാണ്. വേഗാട്ടത്. ഓ, ദാ പിടിച്ചോ. ഇപ്പൊ റെഡി അൽമീനമ്മ, ഏയ്, ഈ പോടാ അവിടുന്ന്. ഓ, അൽമീനമ്മ, മാഫി മുഷ്കിൽ ദൈവമേ, ഇത് ഏട്ടനാണല്ലോ. ആണ്. എങ്ങനെയുണ്ട് ഏട്ടൻ? ഗ്ലാമർ ആയിട്ടുണ്ടാ? ബെസ്റ്റ് കപ്പിൾ. നന്നായിട്ടുണ്ട് ഏട്ടാ, നല്ല ഉഷാറായിട്ടുണ്ട്. ഓ, ഈ നല്ല സൂപ്പർ എൻട്രി. ആണ് ഏട്ടാ. ഏട്ടാ, 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 അവിടെ ഇവിടെ നോക്കിക്കാതിട്ട് മൊത്തം പോയത്. വേഗം റെഡിയാക്കാൻ നോക്ക്. ഓരോ കുന്ത്രാട്ടോ വെച്ച് മനുഷ്യനെ പറ്റിക്കാൻ നടക്കാണ്. റെഡിയാക്കുന്നേ. രാരിയേട്ടൻ പോയത്. രാരിയേട്ടനൊക്കെ പോയി, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാന്ന്. നാളെയാണ് ഒരു കാര്യം ഏൽപ്പിച്ച നിനക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. എവിടെ നോക്കി ഇരിക്കാണ് നീയൊക്കെ? രാരിയേട്ടൻ പോയി, എല്ലാം പോയി. അവന്റെ ഒരു കയ്പ്. ഹലോ സഞ്ജന, എവിടെയാ? ഞങ്ങൾ സോണോഗ്രഫി റൂമിലുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലെത്തി. ദേ ആനന്ദ് സർ. സർ ഇവിടെ? എനിക്ക് സോണോഗ്രാഫി. സോണോഗ്രാഫി? ആതിരമേനൻ ഇവിടെ ഇല്ലേ? ആ, ഉള്ളിലുണ്ട്. എനിക്കൊന്ന് കാണണല്ലോ. ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. പുള്ളിക്കാരി സാറിന്റെ എന്റെ ഫ്രണ്ടാ, അല്ല എന്റെ വൈഫാ. അയ്യോ, സാറിന്റെ കല്യാണം കഴിഞ്ഞോ? ഒരു 3-4 ദിവസമേ ആയുള്ളൂ. അതിന് പെണ്ണിന് 3 മാസം ആയല്ലോ. ഞാൻ എങ്ങോട്ടാ പോണ്ടെന്ന് പറയോ? ദാ അങ്ങോട്ടാ, നീ ഒന്ന് കൂടെ ചെല്ല്. Please come in, Mr. Menon. മെയിനൊന്നല്ല, എബ്രഹാം, അനന്ത് എബ്രഹാം. Oh, sorry. ദാ ഈ സ്പോട്ട് കണ്ടോ? That's your baby. നിങ്ങളുടെ 13 weeks പ്രായമുള്ള കുഞ്ഞ്. ആൺകുട്ടിയാണോ? പെൺകുട്ടിയല്ലേ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല. ദാ അത് കണ്ടോ? എന്നാലും ഡോക്ടർ, യു വിൽ ബി നോയിങ് റൈറ്റ്, ഇറ്റ്സ് എ ബോയ്. That's not possible. Please wait outside. Please. See, your baby seems to be fine, Mrs. Abraham. ഇബ്രാഹിം അല്ല, മേനൻ. ആതിര മേനൻ. എല്ലാം ഓക്കെ അല്ലേ? അപ്പോ കാണാം. ആനന്ദ്, Yeah. ഞങ്ങളിന്ന് ഡ്രോപ്പ് ചെയ്യോ? Oh yes, come. ഉള്ള ക്യാബിലല്ലേ വന്നേ, പിന്നെ എന്തിനാ ഒരു ലിഫ്റ്റ്? ഇതിൽ കയറിയെന്ന് വിചാരിച്ച് അത്തൊന്നും പോയില്ല. നീ വാ. നിനക്ക് പോണം, പൊക്കോ, ഞാൻ വരില്ല. ഓഹോ, എനിക്കല്ല നിനക്കാ പോണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷോ കാണിക്കാതെ വന്ന് കയറ്. വണ്ടി പോട്ടെ. നല്ല വിശപ്പ്. നല്ല നാടൻ ഫിഷ് ഫ്രൈ കിട്ടണ എങ്ങോട്ടെങ്കിലും പോയാലോ സഞ്ജു? സോറിടാ, പടത്തിന് ലേറ്റ് ആവും. സെൻസസ് സർട്ടിഫിക്കറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല. നാളെ പോയാൽ മതിയോ? ശരി. ശരി, ബൈ 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 ബൈ. താങ്ക് യു. ബൈ ബൈ ബൈ. Bye. സീ യു.
ആൻഡ്രു ഏട്ടാ. അനന്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? Good. കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ കണ്ടില്ലേ? പാട്ടൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അങ്ങനെ പോണു. फ्रिकी, वो टेबल जरा साफ करो और उनका ऑर्डर ले लो. टेबल नंबर 5 में देखो उनको क्या चाहिए. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? അയലമത്തി ചൂരക്കാരി കണവക്കൽമീൻ കൂരിക്കരിമീൻ വറ്റവാല ബ്രാൽച്ചുറ ഐക്കൂറാന്ന തോലി. 2 നെയ്മീൻ എടുക്ക്. 2 നെയ്മീൻ, പിന്നെ ഒരു ഫിഷ് കറി, ഫിഷ് കറി, പിന്നെ ഊണ്. ഊണ്. താങ്ക് യു. हाँ ऑर्डर ചെയ്തോ? യാ ജസ്റ്റ്. ഇത് എൻ്റെ വൈഫാണ്. കല്യാണം കഴിച്ചോ? ആ, ഇതെപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ കോൺഗ്രാറ്റ്സ്. Thanks. അപ്പൊ ഇന്നത്തെ ഊണ് എന്റെ വക. അതൊന്നും വേണ്ട. നടക്കട്ടെ. ശരി. അതെ, ബില്ല് അവിടെ കൊടുത്താൽ മതി. Hey Bradley, what's up man? Oh, I can't make in August, yeah. September for sure. Yeah. You want me to send those on files to you? Okay, I'll mail you tonight. Cool. Take care. Bye. Cheers. ഹലോ താനാരാ? ഞാനാരാ? ആന്റി, മിഴിയോരം നനഞ്ഞൊഴുകും മൂക്കിൽ മാലകളോ. ഹലോ. ഹലോ, എപ്പോഴാ എത്തിയത്? ഇന്ന് രാവിലെ യങ് ലേഡി. ഇതെങ്ങനെ ഈ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അവളൊക്കെ വെറും വേസ്റ്റ്. ഒന്ന് പോടാ. മിനുമോ, ഓ, എന്തായി? കെട്ടിയോ വന്നോ? അതോ ഇത്തവണ പറ്റിച്ചോ? ഓ, ആതിരയുടെ അവള് മുകളിലുണ്ട്. ഞാൻ അവിടെ പോയി വിളിച്ചിട്ട് വരാം. ഇത് മൈക്കിൾ, എന്റെ ഫ്രണ്ടിന്റെ മോനാ. ആദിയുടെ കുട്ടിക്കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. യുഎസിലാ. ഈ ഒരു ഫ്രണ്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അവരൊരുമിച്ച് പഠിച്ചവരാ. മൈക്കിൾ യുഎസിൽ പോകുന്നവരെ അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചോ? പതുക്കെ, ഞാൻ പ്രഗ്നന്റാ. ഞാൻ അറിഞ്ഞു നീ ഇങ്ങനെ ഒരു പണിയൊപ്പിച്ചത്. അതിനെങ്ങനെയാ? 6 മാസമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് കക്ഷി. എന്താ പേര്? അനന്ത് എബ്രഹാം. മൈക്കിൾ. എന്ത് ചെയ്യുന്നു? ഐ എം എ മ്യൂസിഷ്യൻ. ഓ നൈസ്. ഓൺ ദ റോക്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, അടിക്കാറുണ്ട്. അതല്ലടാ, ഇവരുടെ മ്യൂസിക് ബാൻഡിന്റെ പേരാ. ഹീസ് എ ലീഡ് വോക്കലിസ്റ്റ്. ഐ എം സോറി, ഞാൻ ഈ മ്യൂസിക് സീനൊന്നും അധികം ഫോളോ ചെയ്യാറില്ല. ഏതായാലും എന്റെ ചാൻസ് അടിച്ചെടുത്തല്ലോ. താൻ എങ്ങനെ വളച്ചെടുത്തു? ഇവളുടെ ഒരു ടൈപ്പ് പോലും അല്ല താൻ. അറിയാം, അവർക്ക് പൊക്കമുള്ളവരെ ഇഷ്ടം. അതെ, നമ്മുടെ പ്ലാൻ എന്താ? ആന്റി, ഇന്ന് വൈകുന്നേരം എന്റെ പുതിയ ആൽബം ലോഞ്ച് ഉണ്ട്. ആന്റി വരണം. ഞാൻ എന്തായാലും വരാം. പിന്നെ കൂടെ ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം. എന്റെ ഫ്രണ്ട് ബീനയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാം. ആണോ? അപ്പൊ ഓക്കെ. വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വരാം. ചായ വേണ്ടേ? വേണ്ട. അവന് നല്ല ജലസി ഉണ്ടല്ലേ? നീ പറഞ്ഞോണ്ടാ ഞാൻ ഓവറാക്കിയത്. പാവം ചെക്കൻ. സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടമല്ലേ? ഏയ്, എന്താ അങ്ങനെ ചോദിക്കാൻ? നിന്നെ ഞാൻ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. ഐ കൻ സീ ദാറ്റ് ഇൻ യുവർ ഐസ് വെൻ യു ലുക്ക് അറ്റ് ഹിം.